ജ്യോതിഷ ശാസ്ത്രത്തിലേക്ക് സ്വാഗതം. പതിവ് പോലെ നമ്മുടെ ജ്യോതിഷശാസ്ത്ര പരിപാടിയിലേക്ക് ജ്യോത്സ്യർ താഴത്ത് നീലമന ഇല്ലത്ത് ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. താഴേക്കടയിലുള്ള ആളുകൾ വളരെ ഉയർന്ന ആളുകളുമായിട്ട് ഈ വിവാഹ മൂലമെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് ജ്യോത്സ്യർ സമ്മതിക്കുമല്ലോ ഈ കാര്യം. അതായത് ഇപ്പോ വളരെ താഴേക്കടയിലുള്ള ആളുകള് അവർക്ക് നല്ല തരത്തിലുള്ള വിവാഹ ബന്ധങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള യോഗം ജാതക പ്രകാരം എങ്ങനെയാണ്? ആ ജാതകത്തില് പിന്നെ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകത്തിൽ വിവാഹയോഗം, വിവാഹത്തിന് ശേഷം നല്ല അഭിവൃദ്ധിയും സമ്പത്തോടു കൂടി ഇരിക്കാൻ യോഗം ഉണ്ടെങ്കിൽ, 9ാം ഭാവത്തിൽ ശുഭഗ്രഹം ഉണ്ടെങ്കിൽ നല്ല പുത്രപൗത്രാദികളോട് ജീവിക്കാൻ യോഗം ഉണ്ടെന്ന് ആ ജാതകം കൊണ്ട് പറഞ്ഞൂടെ? വിവാഹത്തിന് ശേഷം അവരുടെ അഭിവൃദ്ധിയായിട്ട് നല്ല രീതിയിൽ നല്ല സ്വത്ത് സമ്പാദത്തിലൂടെയും അല്ലെങ്കിൽ നല്ല അഭിവൃദ്ധിയായിട്ടും സന്തോഷമായിട്ടും പിന്നെ ജീവിക്കാൻ യോഗം ആ ജാതക വശാൽ വിവാഹത്തിന് ശേഷമായിരിക്കും അയാൾക്ക് യോഗം. ആ യോഗത്തിനനുസരിച്ച് അയാൾ വരുന്നേ. അത് നമുക്ക് പറഞ്ഞോളൂ. ഇപ്പോൾ സെറീന വില്യംസിനെ കയ്യിലാണിക്കണമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കണമെന്നില്ല. പക്ഷേ നേരെ മറിച്ച് നമുക്ക് വിവാഹത്തിന് ശേഷം നമുക്ക് ഉയർച്ചയുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല വിവാഹ ബന്ധങ്ങൾ നമുക്ക് വരാൻ യോഗം ആ ജാതകവശാലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസനീയമായിട്ടോ അത് നടക്കാൻ യോഗമോ ആ ജാതകവശാലുണ്ടാവും. പക്ഷെ നമ്മുടെ നമ്മുടെ സ്വഭാവ രീതി പോലെ ഇരിക്കും അതൊക്കെ, ബാക്കിയുള്ളതൊക്കെ. ഇത് നമ്മൾ ഏത് രീതിയിൽ ജീവിക്കുന്നു ആ രീതിയിലുള്ള ജീവിതശൈലി കൂടെ നമ്മൾ ആ രീതിയിൽ കൊണ്ടുവരും. എല്ലാം യോഗമുണ്ട്, പക്ഷെ ഇതെല്ലാം നശിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ഈ യോഗങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ ഈ ഭൂമിയേക്കാൾ ലോകത്തേക്കാൾ ഏറ്റവും വലുത് നവഗ്രഹങ്ങളാണല്ലോ. ഈ നവഗ്രഹങ്ങൾ വിചാരിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങൾ എന്താണുള്ളത്? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വളരെ താഴേക്കിടയിലുള്ള ഒരു വ്യക്തിക്ക് പോലും വളരെ ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല്ലോ. അതായത് ആ ജാതകത്തില് ആ ഗ്രഹങ്ങൾ ഉച്ചനീചത്വം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ആ ജാതകത്തിൽ ഓരോ ജാതകനും ചില ഗ്രഹങ്ങൾ നീചം ഉണ്ടാവും, ചില ഗ്രഹങ്ങൾ ഉച്ചത്തിന് നിൽക്കുന്നുണ്ടാവും, ചിലവർക്ക് അവർക്ക് പ്രബലമായിട്ടുള്ള ഒരു പിന്നെ ബലം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ആ ബലാബലങ്ങളൊക്കെ വെച്ച് ആ ഗ്രഹത്തിന് വേണ്ടുന്നതായ പുഷ്ടിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി എന്തായാലും നല്ല രീതിയിൽ വരും. പ്രബലമായിട്ടുള്ള നല്ല രീതിയിൽ വരാൻ യോഗം ആ ജാതകത്തിൽ യോഗം കൂടെ വേണം. ജാതകത്തിൽ യോഗം ഇല്ലാതെയാണ് നമ്മൾ അധ്വാനിച്ചിട്ട് കാര്യമില്ല. ആ ജാതകത്തിൽ യോഗം അയാൾ നല്ല പുത്രപൗത്രാദികളോട് ജീവിക്കാൻ യോഗമൊക്കെ ഉണ്ടെങ്കിൽ ആ ജാതകത്തിലുള്ള ഫലം അനുഭവിക്കും. അതുപോലെ അതിനനുസരിച്ചുള്ള സ്വഭാവ രീതികളും വേണം. ആ രീതിയിലുള്ള സ്വഭാവം, നല്ല രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ, നല്ല സംസർഗങ്ങൾ, നല്ല രീതിയിലുള്ള ചിന്താഗതികൾ ഒക്കെ ഉണ്ടെങ്കിൽ മനുഷ്യൻ എന്തായാലും ജീവിതത്തിൽ ഏതൊരു വ്യക്തിക്കും വരാൻ പറ്റും. ആർക്കും വരാൻ പറ്റാത്തവരാരും ഇന്ന് സമൂഹത്തിൽ ആർക്കും പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും വലിയ തെറ്റാണ്. ആ ഏതൊരു വ്യക്തിക്കും പറ്റും. എൻ്റെ അനുഭവത്തിലൂടെ ആയാലും മറ്റുള്ള നമ്മൾ കാണുന്ന മറ്റുള്ളവരുടെ അനുഭവത്തിലൂടെ ആയാലും ഏതൊരു ചിന്തയ്ക്കും നല്ല ചിന്താഗതിയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നല്ല ആൾക്കാരായിട്ടുള്ള സംസർഗങ്ങളും നല്ല രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥനകളും അതുപോലെ തന്നെ എല്ലാത്തിലുള്ള വിശ്വാസം, ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്ക് എവിടെയായാലും വരാൻ പറ്റും. ആ വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. അത് ചിലവർക്ക് ശാസ്ത്രങ്ങളിൽ വിശ്വാസമില്ല, ജ്യോതിഷത്തിൽ വിശ്വാസമില്ല. എന്നാൽ ഡോക്ടറെ അടുത്ത് പോകാനോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനോ ആർക്കും ബുദ്ധിമുട്ടില്ല. ഡോക്ടർക്ക് കാശ് കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാനോ ബുദ്ധിമുട്ടില്ല. പക്ഷേ നേരെ മറിച്ച് ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യാനോ ഉള്ള ഒരു പൂജാ കാര്യങ്ങൾ ചെയ്യാനോ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അവനവൻ്റെ ഏറ്റവും നെല്ലിപ്പടി കണ്ട് സാമ്പത്തിക ചുറ്റുപാടൊന്നും ഇല്ലാതെ കണ്ട് നിന്ന് ഏറ്റവും ക്ഷീണിതാവസ്ഥയിലാണ് ജ്യോതിഷരെ പോയി സമീപിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ കാശ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒരു സാമ്പത്തിക ചുറ്റുപാട് ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മനുഷ്യനെന്താവും പ്രബലമായിട്ട് വരാൻ പറ്റില്ല. നല്ല ചിന്താഗതിയിലൂടെ പോകുമ്പോൾ നമുക്കെന്താവും നല്ല പിന്നെ ബന്ധങ്ങളോ നല്ല നല്ല കാര്യങ്ങൾ നടക്കാനുള്ള യോഗങ്ങൾ നമ്മൾ ജാതകവശാൽ ഉണ്ടെങ്കിലും അത് നമുക്ക് കുറേ കൂടുതൽ പുഷ്ടിപ്പെടുത്തിയെടുത്തി ആ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് തെറ്റല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകാൻ പാടില്ല. ഡോക്ടറും ഒരു ശാസ്ത്രം തന്നെ കൈകാര്യം ചെയ്യുന്നത്, അവരും ഇതേപോലെ തന്നെ ഒരു ശാസ്ത്രം തന്നെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ശാസ്ത്രങ്ങൾ എല്ലാവരും ഒരേപോലെ കൈകാര്യം, ഒരേപോലെ വിശ്വാസത. ഇപ്പോൾ ഡോക്ടറിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസം ജ്യോതിഷത്തിലോ ഒരു പൂജയിലോ അർപ്പിക്കുകയാണെങ്കിലോ ഒക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ വരാൻ പറ്റും. എല്ലാവരും ചിന്തിക്കുന്നത് തെറ്റാണത്. എല്ലാവരും നല്ല രീതിയിൽ ചിന്തിച്ച് ഒരു ശാസ്ത്ര വിഷയത്തിൽ പോവുക, അതിന് അവനവൻ്റെ മനസ്സിൽ തോന്നുന്ന, അതിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അടുത്ത് പോയി വേണ്ടവർ കൈകാര്യം ചെയ്ത് നമുക്കത് മനസ്സിൽ തോന്നുന്ന നല്ല കാര്യങ്ങളാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യും. ഇപ്പോൾ ഡോക്ടർ പറയുന്ന എല്ലാ ഗുളികളും നമ്മൾ വാങ്ങിച്ച് കഴിക്കത്തില്ല. നമുക്ക് കുറേ കൂടുതൽ നമുക്ക് അസുഖം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന അസുഖങ്ങൾ മാത്രമേ നമ്മൾ ചികിത്സിക്കാറുള്ളൂ. അല്ലാത്ത അസുഖങ്ങൾക്ക് നമ്മൾ ഡോക്ടറെ കാണാറുണ്ട്. ഒരു ക്ഷീണം വന്നാൽ ഉടനെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകാറില്ല. പക്ഷെ നമുക്കൊരു വയറുവേദന വന്നോ കണ്ടിന്യൂസ് ആയിട്ട് വയറുവേദന ഉണ്ടെന്ന് കാണുമ്പോൾ ഡോക്ടറെ അടുത്ത് കാണാൻ പോകും. അതേപോലെ തന്നെ ജ്യോതിഷത്തിലും അതേ കുറേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ കുറേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം ചിന്താഗതി കൂടെ പോവുകയൊക്കെ ചെയ്യും. അത് ജ്യോതിഷത്തിൽ പറയുന്ന നല്ല ഒപ്പീനിയനുകൾ അത് എതിർത്ത് അതിനെ വേണ്ടുന്ന വിധത്തിൽ ഒരു പുഷ്ടിപ്പെടുത്തി എടുത്തി കഴിഞ്ഞാൽ ആർക്കും നന്നാവാൻ പറ്റും. അപ്പോ ജാതകത്തിൽ വേണ്ടത്ര യോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ള ഒരു കാര്യവുമില്ല, എല്ലാം സാധ്യം തന്നെ
ആണ് എന്നാണ് ജ്യോത്സ്യർ പറയുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യവും സാധ്യം തന്നെയാണല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം. ശാസ്ത്രത്തെ വെല്ലുവിളിക്കുന്ന വിഷയമാണ് ചിറമംഗലം നേരത്തെ ഉണ്ടായിട്ടുള്ള ഇത് പറയുന്നത്. അല്ല, അങ്ങനെ ഒരു യോഗം എന്റെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ, ജാതകത്തിൽ യോഗം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തിപ്പെട്ടേനെ. അതെ അതെ അതെ. നിങ്ങൾ ആ ജാതകത്തിൽ യോഗം ഉണ്ടെങ്കിൽ ശ്രീരാം വില്യംസണായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവരായിട്ട് കുറെ കൂടുതൽ സംസാരിക്കാനോ അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്താനോ നിങ്ങളൊരു ശാസ്ത്ര വിഷയം നിങ്ങൾക്ക് വേണ്ടി വരില്ലായിരുന്നു. ജ്യോതിഷശാസ്ത്രം ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്കിനി വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതിഭരണി കാർത്തിക കാലം മേടക്കൂറ്. മേടക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനം 2 വ്യാഴം നിൽക്കുന്നു. അതുകൊണ്ട് ദൈവാധീനം പൊതുവെ ഉണ്ട്. എന്നാലും കണ്ടകശനി കാലം തുടങ്ങി ശനിയുടെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ ശനിയുടെ മാറ്റം പൊതുവെ എല്ലാവർക്കും കുറച്ച് അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. വിവാഹാദി വിഷയങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ചില തടസ്സങ്ങൾ അനുഭവപ്പെടാനും അതുപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ശാരീരികമായിട്ടുള്ള ചില വൈഷമ്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ളൊരു സമയമാണ്. വസ്തു വാഹനം ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വസ്തുവാഹനാദികൾ വാങ്ങിക്കാനും വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ വിൽക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് പറയാം. സഹോദരങ്ങൾക്കാണെങ്കിലും സഹോദരങ്ങൾക്ക് പൊതുവെ ശത്രുക്കളായി വരുന്നൊരു സമയമായിട്ട് പറയാം. 3-ാം ഭാവാധിപതി 6-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങൾ പൊതുവെ ഒരു ശത്രുതയോ പെരുമാറ്റ ശൈലിയിലോ ചില മാറ്റങ്ങളൊക്കെ അനുഭവപ്പെടുന്നൊരു സമയമാണ്. സന്താനകാരകൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. സന്താനങ്ങളായിട്ടും ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളോ വാക്കാദി വിഷയങ്ങളോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സന്താനങ്ങളായിട്ടും ഒക്കെ വരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ 10-ാം ഭാവാധിപതിയായിട്ടുള്ളതായ ശനി 7 നിൽക്കുന്നത് കൊണ്ട് ജോലി സംബന്ധിച്ചിട്ട് പുറത്തുപോയി അന്വേഷിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരിക, അല്ലെങ്കിൽ ജോലി സംബന്ധിച്ച് ദൂരെ യാത്രകൾ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം വരിക, അല്ലെങ്കിൽ അന്യദേശത്ത് പോയി താമസിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരെ വരാൻ ജോലി സംബന്ധിച്ചിട്ട് ഉള്ളൊരു സമയമാണ്. കാർത്തിക മുക്കാലും രോഹിണി മഹീരത്തര ഇടവക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. എന്നാലും 7 നിൽക്കുന്ന ചൊവ്വ അത്ര ഗുണകരമല്ല. ഇല്ലത്തെ രാഹുവും അത്ര ഗുണകരമല്ല. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നൊരു സമയമായിട്ട് പറയാം. എങ്കിലും ദൈവാധീനം ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കണ്ട് ഈ കാലഘട്ടം പൊതുവെ ഗുണകരമായിട്ട് വരും എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ ഈ സർപ്പത്തിൻ്റെത് 7 നിൽക്കുന്നതും കുജനം 7 നിൽക്കുന്നത് കൊണ്ടും സർപ്പക്കാവിൽ 100 പാലും ഒക്കെ കഴിപ്പിക്കുന്നതും ശാസ്താവിന് ശിവന് ഒക്കെ നീലാഞ്ജനം കഴിപ്പിക്കുന്നതൊക്കെ പൊതുവെ ഗുണകരമായിട്ട് വരും. സന്താന പരമ്പരകൾക്ക് പൊതുവെ ഗുണകരമായിട്ട് പറയാവുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ 9-ാം ഭാവാധിപതിയായിട്ടുള്ളതായ വ്യാഴം ശനി അരുടത്തിൽ നിൽക്കുന്നതും പൊതുവെ ഭാഗ്യങ്ങൾ പൊതുവെ വന്നു ചേരുന്നൊരു സമയമായിട്ടും ഈ ഇടവക്കൂറുകാർക്ക് പൊതുവെ പറയാവുന്നതാണ്. മകീരത്തര തിരുവാതിര പുണർത്തത്തിൽ മുക്കാലും മിഥുനക്കൂറുകാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള സമയമല്ല. വ്യാഴം 12-ൽ നിൽക്കുന്നതുകൊണ്ട് കാര്യതടസ്സങ്ങൾ പൊതുവെ ഉണ്ടാവാമെന്ന് പറയാം. വിവാഹാദി വിഷയങ്ങൾക്ക് ഇറങ്ങുന്നവർക്ക് വിവാഹ തടസ്സങ്ങൾ വരിക. അതുപോലെ തന്നെ അഷ്ടമാധിപത്യം വഹിച്ചിരിക്കുന്നതായ ശനി 5-ൽ നിൽക്കുന്നതുകൊണ്ട് മനസ്സിന് പൊതുവെ ഒരു അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുക, ശാരീരികമായിട്ടുള്ള ചില അസ്വാസ്ഥ്യങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള തോന്നലുകൾ ഉണ്ടാവുക, ശരീരത്തിന് പൊതുവെ ക്ഷീണങ്ങൾ ഉണ്ടാവുക. അതുപോലെ അച്ഛനമ്മമാർക്ക് പൊതുവെ ദോഷകരമായിട്ട് 9-ാം ഭാവാധിപതിയായിട്ട് നിൽക്കുന്നതായ ശനി 5-ൽ നിൽക്കുന്നത് കൊണ്ട് അത് അവരുടെ മനസ്സിനും അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് പൊതുവെ അച്ഛനമ്മമാരുടെ ഒരു മനോവൈഷമ്യം ഉണ്ട് എന്നുള്ളത് പറയാം. അതേപോലെ തന്നെ 2-ൽ നിൽക്കുന്ന ശുക്രൻ 5-ാം ഭാവാധിപതി ശുക്രൻ ഈ വിദ്യാർത്ഥികളായിട്ട് ഇരിക്കുന്നവർക്ക് മാനസിക ക്ലേശങ്ങൾ പൊതുവെ ഉണ്ടാവും എന്നുള്ളത് പറയാവുന്നതാണ്. അതുകൊണ്ട് വിഷ്ണുവിന് പാൽപ്പായസം, സഹസ്രനാമ പുഷ്പാഞ്ജലി, തുളസിമാല എന്നുള്ളതും ഹനുമാന് വെണ്ണ ചേർത്തുക, വെറ്റിലമാല ചേർത്തുക, ഇങ്ങനെയൊക്കെ ഈ വാരം പൊതുവെ ചെയ്യുന്നത് മിഥുനക്കൂറുകാർക്ക് പൊതുവെ വ്യാഴം ഒരു 2-3 വാരമായിട്ട് അത്ര ഗുണകരമായിട്ടുള്ള സമയമല്ല. അതുകൊണ്ട് വിഷ്ണു പ്രീതി വരുത്തുക, ഹനുമാൻ പ്രീതി വരുത്തുക, അതുപോലെ തന്നെ നവഗ്രഹങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്യുക ഒക്കെ ചെയ്യുന്നതൊക്കെ പൊതുവെ ഗുണകരമായിട്ട് പറയാവുന്നതാണ്. പുണർദത്ത് 4 പൂയം ആയില്യം നക്ഷത്രം കർക്കിടകക്കാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. കർക്കിടകത്തിൽ നിൽക്കുന്ന ശുക്രൻ പൊതുവെ ഗുണകരമാണ്. അതുപോലെ തന്നെ 2-ാം ഭാവാധിപതിയായ രവി ധനത്തിന് ചില ബുദ്ധിമുട്ടുകൾ വരിക, ധനച്ചെലവുകൾ കുറേ കൂടുതലാവുക,
അതുപോലെ തന്നെ 4-ാം ഭാവാധിപതിയായ ശുക്രൻ നിൽക്കുന്നുണ്ട്. വസ്തുവാഹനാദികൾ വാങ്ങിക്കാനോ വിൽക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പൊതുവെ കൂടുതൽ നടക്കാവുന്ന സമയമാണ്. 5-ാം ഭാവാധിപതിയായിട്ടുള്ളതായ കുജൻ 5-ൽ നിൽക്കുകയും അതിൽ രാഹു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് മാനസിക ക്ലേശങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അതിന് പരിഹാരമായിട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായതുകൊണ്ട് അത് പൊതുവെ പരിഹരിക്കപ്പെടും എന്നുള്ളത് പറയാം. 6-ാം ഭാവാധിപതിയാണ് വ്യാഴം. 7-ാം ഭാവാധിപതിയായ ശനി വന്നിട്ട് 4-ൽ നിൽക്കുന്നതുകൊണ്ട് കുടുംബത്തിൽ നിന്നുള്ള വല്ല വിവാഹ ആലോചനകൾ വരാനോ വിവാഹാദി വിഷയങ്ങൾ നടക്കാനോ ഒക്കെയുള്ളൊരു സമയം ആണ് എന്നുള്ളതും ഈ വാരത്തെ പൊതുവെ പറയാം. ദൈവാധീനമുള്ളതുകൊണ്ട് കാര്യങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടില്ലാതെ കണ്ട് നടന്നു പോകുന്നതാണ്. മകം, പൂരം, ഉത്രത്തക്കാല്, ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനം, അതേപോലെ തന്നെ 10-ാം ഭാവത്തിൽ വ്യാഴം കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് അത് കർമ്മമേഖലയിൽ പൊതുവെ പുഷ്ടിപ്പെടാനും പ്രൊമോഷനുകൾ അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ പൊതുവെ അഭിവൃദ്ധി, നല്ല അഭിപ്രായങ്ങൾ ഒക്കെ കിട്ടുവാനും ജോലി അന്വേഷിക്കാതെ ജോലി ഇങ്ങോട്ട് തേടി വരുന്നൊരവസ്ഥയും ഒക്കെ ഈ വാരം പൊതുവെ കാണുന്നതാണ്. ഈ 4-ാം ഭാവാധിപത്യം വഹിച്ചിരിക്കുന്നതായ കുജൻ 4-ാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് കുടുംബ സ്വത്തുക്കൾ പൊതുവെ കയ്യിൽ വന്ന് ചേരാനോ കുടുംബ സംബന്ധമായിട്ടുള്ള സ്വത്തുക്കളെ കുറിച്ചുള്ള ചില ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാവാനോ അതേപോലെ തന്നെ പാർട്ണർഷിപ്പ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുറേ കൂടുതൽ വന്നു ചേരാനൊക്കെ ഉള്ള ഒരു സമയമാണ് എന്ന് പറയാം. എന്നാലും കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് വരേണ്ടതുണ്ട്. ചില കള്ളങ്ങളൊക്കെ 4-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് മറ്റുള്ളവരെ നമ്മളെ ചതിയിൽപ്പെടുത്താനോ ഒക്കെയുള്ളൊരു സമയമായിട്ടും പറയാം. അതുകൊണ്ട് ശ്രദ്ധ കുറച്ച് കൂടുതലായിട്ട് വേണം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉണ്ടായതുകൊണ്ട് മറ്റിൽ നിന്ന് ഈശ്വരാധീനം കൊണ്ട് നമ്മളെ പല സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം എന്നുള്ളത് പറയാം. അതുകൊണ്ട് സുബ്രഹ്മണ്യന് ഏതെങ്കിലും തരത്തിലുള്ള ഭസ്മാഭിഷേകം അങ്ങനെയുള്ള വഴിപാടുകൾ, സുബ്രഹ്മണ്യ പൂജ നടത്തുന്നതും അതുപോലെ തന്നെ രാഹുവിന് നൂറുംപാലം നടത്തുന്നതൊക്കെ വളരെ ഗുണകരമായിട്ട് ഈ വാരത്തെ പറയാവുന്നതാണ്. അത്തം, ചിത്തിരത്തല, കന്നിക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനം 9-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. 2-ൽ നിൽക്കുന്ന ശനി കണ്ടകശനി ആയതുകൊണ്ട് ശനിയുടെ ദോഷങ്ങൾ കുറച്ചുകൂടെ മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, ധനപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ, മനസ്സിനെ ക്ലേശപ്പെടുത്തുന്നതായിട്ടുള്ളതായ മനോവിഷമങ്ങൾ ഉണ്ടാവുന്നതായ ചില കാര്യങ്ങൾ, അഷ്ടമാധിപത്യം വഹിച്ചിരിക്കുന്നതായ ചുവ 3-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് സഹോദരങ്ങൾക്ക് പൊതുവെ ഗുണകരമല്ല എന്നുള്ളത് വിഷയം പ്രധാനമായിട്ട് പറയണം. അതുപോലെ തന്നെ 6-ാം ഭാവാധിപതി 2-ൽ നിൽക്കുന്നത്, ശനി 2-ൽ നിൽക്കുന്നതും ചില പേടികൾ അനുഭവപ്പെടുക, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങാൻ ഒരു പേടി ഉണ്ടാവുക, അങ്ങനെയുള്ള വിഷയങ്ങളെ കൊണ്ട് പറയാം. അതേപോലെ തന്നെ 9-ാം ഭാവാധിപതിയായ ശുക്രൻ വന്ന് നിൽക്കുന്നത് 11-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അപ്രതീക്ഷിതമായ ചില ധന ആഗമനങ്ങൾ ഉണ്ടാവാം, ചില ഭാഗ്യങ്ങൾ നമുക്ക് വന്നു ചേരാം. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ വാരം പൊതുവെ പറയാൻ ഗുണകരമായിട്ടുള്ള ഒരു വാരമായിട്ട് ഈ വാരത്തെ പറയാവുന്നതാണ്. ചിത്തിരത്തര, ചോതി, വിശാഖത്തിൽ മുക്കാല്, തുലാക്കൂറുകാർക്ക് പൊതുവെ ജന്മത്തെ ശനി നിൽക്കുന്നു, 2-ൽ രാഹുവും കുജനും കൂടെ നിൽക്കുന്നു. അതുപോലെ തന്നെ അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ പൊതുവെ ഒരു തടസ്സങ്ങൾ അനുഭവപ്പെടുകയും കാര്യങ്ങൾ ചെയ്യുന്നതിന് കുറേ ഒരു ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങളോ അല്ലെങ്കിൽ ക്ഷീണങ്ങൾ അല്ലെങ്കിൽ അലസതകൾ, ദൈവാധീനക്കുറവിൻ്റെതായ ചില അപാകതകൾ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളെ ചെയ്ത് തീർക്കാമെന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവുക, ധനപരമായിട്ട് ബുദ്ധിമുട്ടുകളില്ലെങ്കിലും ധനം ചെലവാക്കി ചെയ്യാനുള്ള ഒരു പേടികൾ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ 2-ാം ഭാവത്തെ കൊണ്ട് പറയാം. അതേപോലെ തന്നെ കർമ്മസ്ഥാനാധിപത്യം വഹിച്ചിരിക്കുന്നതായ ചന്ദ്രൻ വന്ന് നിൽക്കുന്നത് ദോഷമല്ലാത്തതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കൊണ്ട് ഒഴിവാക്കാവുന്നതാണ്. ശുക്രൻ 10-ൽ നിൽക്കുന്നു, കർമ്മസ്ഥാനത്ത് പൊതുവെ പുരോഗതി ഉണ്ടാവാം എന്ന് പറയാം. വിശാഖത്തിൽ കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രം, വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ജന്മത്തിൽ രാഹു നിൽക്കുന്നു, അത് കുജനും കൂടി നിൽക്കുന്നു. 7-ൽ വ്യാഴം നിൽക്കും. വ്യാഴം ദൈവാധീനമുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ കൊണ്ട് കാര്യങ്ങൾ നടന്നു പോകും എന്നുള്ളത് പറയാം. എന്നില്ലാലും നമ്മൾ ചില കള്ളങ്ങളൊക്കെ ഏത് സമയത്തും പറയേണ്ട ഒരു സ്ഥിതിവിശേഷം വരിക. അതുപോലെ 6-ാം ഭാവാധിപത്യം വഹിച്ചിരുന്ന കുജൻ ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മളെ എല്ലാവരും പേടിപ്പെടുത്തി കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം പറയാം. അതുപോലെ തന്നെ 9-ാം ഭാവത്തിൽ ശുക്രൻ നല്ലതാണ്. 7-ാം ഭാവാധിപതി 9-ൽ നിൽക്കുന്നതുകൊണ്ട് വിവാഹാദി വിഷയങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കേണ്ട ഒരു സമയമായിട്ട് പറയാം. വിവാഹാർത്ഥികൾക്കും അതേ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ പ്രൊമോഷനോ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പൊതുവെ അനുകൂലമായിട്ട് കിട്ടും എന്നുള്ളത് പറയാം. എന്നാൽ ജന്മാധിപതിയായിട്ട് നിൽക്കുന്നതായ കുജൻ ജന്മത്തിൽ തന്നെ നിൽക്കുന്നതും പൊതുവെ ഗുണകരമാണ്. എന്നാലും ചില കള്ളങ്ങളൊക്കെ നമുക്ക് പറയേണ്ട ഒരു സ്ഥിതിവിശേഷം, പല സ്ഥലങ്ങളിലും നമ്മൾ കള്ളങ്ങൾ പറഞ്ഞു നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാം. അതുകൊണ്ട് നാഗർക്ക് നൂറും പാലും അതുപോലെ തന്നെ സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം അങ്ങനെയുള്ള വിഷയങ്ങൾ ചെയ്യാം. 7-ത്തെ വ്യാഴം ആയതുകൊണ്ട് വ്യാഴത്തിനും പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ്. കുറച്ചും കൂടെ പ്രബലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നടക്കാനുള്ള ഒരു വാരമായിട്ട് പറയാം. അത് 11-ാം ഭാവാധിപതിയായ ബുധൻ 11-ൽ നിൽക്കുന്ന ആഗമനം, അതുപോലെ നമുക്ക് പൈസകൾ അപ്രതീക്ഷിതമായി വന്നു ചേരാവുന്ന ഒരു വാരമായിട്ടും പറയാം.
4-ാം ഭാവം 12 നിൽക്കുന്നത് കൊണ്ട് ചില വസ്തുവകൾ വിൽക്കാനുള്ള യോഗവും കൂടെ ഈ വാരത്തെ പറയേണ്ടതാണ്. മൂലം, പുരാടം, ഉത്രാടത്തിൽ 4 ധനുക്കൂർ. ധനുക്കൂറുകാർക്ക് 6-ൽ വ്യാഴം നിൽക്കുന്നു. ലഗ്നാധിപതി 4-ാം ഭാവാധിപതി 6-ലാണ് നിൽക്കുന്നത്. അത് പൊതുവെ അവനവന് തന്നെ ഒരു പേടി ആയിട്ട് നിൽക്കുന്നൊരു വിശേഷം ഉണ്ടാവാം. ഏത് കാര്യങ്ങൾ ചെയ്യാനും ഏത് കാര്യങ്ങൾ ഇറങ്ങാനും ഒക്കെ ഒരു പേടിയോ, അത് വസ്തുവകൾ വാങ്ങിക്കാനായാലും വിൽക്കാനായാലും അത് വാങ്ങിച്ചാൽ നേരെയാവോ, ഇത് വിൽക്കാൻ നേരെയാവോ എന്നുള്ളൊരു പേടി ഉണ്ടാവുക, മറ്റുള്ളവരെ നമ്മളെ പേടിപ്പെടുത്തുക, വിവാഹാദി വിഷയങ്ങൾ നടക്കേണ്ട ഒരു വിശേഷം ഉണ്ടാവാം. എന്നിരുന്നാൽ പോലും വ്യാഴത്തിൻ്റെ തടസ്സം ഉണ്ടായതുകൊണ്ട് നിങ്ങൾ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മാനസികമായിട്ടൊരു സുഖം കിട്ടൂല. നമുക്ക് ഒരു വിവാഹാലോചനയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാലും അത് ശരിയാവോ ഇത് ശരിയാവോ എന്നുള്ളൊരു പുതിയൊരു പേടിയോ കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടാവാം എന്നുള്ളതും. പക്ഷേ 10-ാം ഭാവം കൊണ്ട് നിൽക്കുമ്പോൾ 10-ാം ഭാവം 10-ൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് പൊതുവെ ജോലി സംബന്ധിച്ചിട്ട് വലിയ പേടികൾ വേണ്ട, എന്നാലും കുറച്ച് പേടിയോടുകൂടി നിൽക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് ഈ വാരത്തെ പൊതുവെ കാണുന്നത്. അഷ്ടമാധിപത്യം വഹിച്ചിരിക്കുന്ന 6-ാം ഭാവാധിപതി അഷ്ടമത്തിൽ പോയി നിൽക്കുന്നതും ശരീരത്തെ പൊതുവെ കൂടുതൽ ക്ഷീണപ്പെടുത്തുക, ബലമില്ലായ്മ വരിക, അതുപോലെ ഉറക്കം കുറേ കൂടുതലായിട്ട് വരിക, ക്ഷീണം കുറേ കൂടുതലായിട്ട് വരിക, അങ്ങനെയുള്ള വിശേഷങ്ങൾ കുറേ കൂടുതൽ വരാം. അതുകൊണ്ട് വിഷ്ണു പ്രീതി വരുന്നതും ഹനുമാൻ പ്രീതി വരുന്നതും ഒക്കെ ഈ വാരത്തെ പൊതുവെ ചെയ്യുന്നത് കുറേ കൂടുതൽ നന്നായിരിക്കും. തടതം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര, മകരക്കൂറുകാർക്ക് പൊതുവെ 5-ൽ വ്യാഴം നിൽക്കുന്നു. 5-ൽ വ്യാഴം നിൽക്കുന്നത് പൊതുവെ ഗുണകരമാണ്. 5-ലത്തെ വ്യാഴം 5-ാം ഭാവാധിപതിയായ ഗ്രഹം 7-ൽ നിൽക്കുന്നത് കൊണ്ടും മനസ്സിന് ഇഷ്ടപ്പെട്ട വിവാഹാലോചനകളും വിവാഹങ്ങളും ഒക്കെ നടക്കാമെന്നുള്ള വിശേഷം പറയണം. ധനകാരകനായ ശനി വന്നിട്ട് 10-ൽ നിൽക്കുന്നതും അതേപോലെ തന്നെ ജോലിയിൽ നിന്ന് കുറേ കൂടുതൽ ധന ആഗമനങ്ങളും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു മോചനമൊക്കെ ഈ വാരത്തെ പൊതുവെ ഉണ്ടാവും എന്നുള്ള വിശേഷമാണ് ആദ്യം പറയാനുള്ളതും. അതേപോലെ തന്നെ പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ് ഈ വാരം. അവിടെ തരാ ചതയം, പൂരട്ടാതി, മുക്കാല്, കുംഭക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. ലഗ്നാധിപതിയായ ശനി വന്നിട്ട് 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് പൊതുവെ ഗുണകരമാണ്. ഗുണകരം എന്ന് പറഞ്ഞാൽ നല്ല ഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. ധനകാരകൻ 2-ാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴം 4-ൽ പോയി നിൽക്കുന്നതുകൊണ്ട് കുടുംബത്തിലേക്ക് വേണ്ട ചില ധന ആഗമനങ്ങൾ, അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കുക, അതേപോലെ തന്നെ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടുകൾ നടത്തുക, അത് വീട് വയ്ക്കാനുള്ള ആലോചനകൾ നടത്തുക, കുടുംബത്തിൽ നല്ല സൽക്കർമ്മങ്ങൾ നടക്കുക, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുറേ കൂടുതൽ നടക്കാനും. 4-ാം ഭാവാധിപതി 6-ൽ നിൽക്കുന്ന ചെറിയ ദോഷങ്ങൾ, കുടുംബക്കാരുമായിട്ട് ചില ആക്കതർക്കാദി വിഷയങ്ങളോ അവർ ചില ശത്രുതകളോ സമ്പാദിക്കാനുള്ള സമയമായിട്ട് പറയാം. അഷ്ടമത്തിൽ നിൽക്കുന്ന രവി ചില വയറുവേദന അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാവാം. 5-ാം ഭാവാധിപതി ആയിട്ടുള്ള ഗ്രഹമാണ് അഷ്ടമത്തിൽ സന്താനങ്ങൾക്ക് പൊതുവെ ഒരു ഉദര സംബന്ധമായിട്ട് ദോഷങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഉദര സംബന്ധമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. 9-ാം ഭാവത്തിൽ ശനി, അത് നല്ലതാണ്. 10-ാം ഭാവാധിപതി 10-ൽ തന്നെ നിൽക്കുന്ന കർമ്മസ്ഥാനത്തും പൊതുവെ ഗുണം എന്നുള്ളത് പറയാം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ 10-ാം ഭാവത്തിലേക്ക് ഉണ്ടായതുകൊണ്ട് അത് പൊതുവെ ഗുണകരമായ. 11-ാം ഭാവാധിപതി 4-ൽ നിൽക്കുന്ന കുടുംബത്തിൽ ധന ആഗമനങ്ങളും അതേപോലെ തന്നെ നല്ല സൽക്കർമ്മങ്ങളും, വാഹനം വാങ്ങിക്കുക, വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട് വയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഇറങ്ങാനോ ഒക്കെ പൊതുവെ ഉത്സാഹങ്ങൾ കൂടുക. ധന ആഗമനങ്ങൾ കുറേ കൂടുതലായിട്ട് വരിക. കുടുംബപരമായിട്ടുള്ള സ്വത്തുക്കൾ, ചിലപ്പം നമുക്ക് ഷെയറുകൾ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കുറേ കൂടുതൽ വരാനുള്ളൊരു യോഗം ഈ വാരം പൊതുവെ കാണുന്നതാണ്. ഉരുട്ടാതി 4, ഉത്രട്ടാതി, രേവതി നക്ഷത്രം, മീനക്കൂറുകാർക്ക് 3-ലത്തെ വ്യാഴം നല്ലതല്ല. അതേപോലെ തന്നെ ലഗ്നാധിപതിയായിട്ടുള്ള വ്യാഴം 3-ൽ നിൽക്കുന്നത്, 3-ൽ സഹോദരങ്ങൾക്ക് പൊതുവെ ഗുണമാണ്, എങ്കിലും നമുക്ക് കാര്യ തടസ്സങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ വിദേശ യാത്ര പോകാൻ വേണ്ടി ആലോചിക്കുക, വസ്തുവകൾ വാങ്ങിക്കാൻ വേണ്ടി ആലോചിക്കുക, ആലോചനകൾ ഉണ്ടെങ്കിലും ഇതൊക്കെ എല്ലാ തരത്തിലും നമുക്ക് ഒരു അനുകൂലമായിട്ട് ഉണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും നടന്നു കിട്ടാൻ നമുക്കൊരു പ്രയാസമായിട്ട് തോന്നുക. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാവാം. 11-ാം ഭാവാധിപതിയായിട്ടുള്ളതായ വ്യാഴം ശനി അഷ്ടമത്തിൽ പോയി നിൽക്കുന്നത് അത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തോന്നുക. ഉറക്കം കുറേ കൂടുതലായിട്ട് തോന്നുക, ശരീരത്തിന് ക്ഷീണം കുറേ കൂടുതലുണ്ട് എന്ന് തോന്നുക, അതേപോലെ തന്നെ ഉറക്കം എത്ര ഉറങ്ങിയാലും മതിയായില്ല എന്ന് തോന്നുക. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ അഷ്ടമത്തിലെ ശനിയും കൊണ്ട് ഉണ്ടാവാം. ശാസ്താവിന് ശിവനെയൊക്കെ നീരാഞ്ജനം കഴിപ്പിക്കാം. അതുപോലെ തന്നെ 9-ൽ നിൽക്കുന്ന കുജുവ, 2-ാം ഭാവാധിപതി 9-ൽ നിൽക്കുന്ന ധനപരമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, മാനസികപരമായിട്ട് ബുദ്ധിമുട്ടും, പക്ഷേ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറേ കൂടുതൽ അനുഭവിക്കുക. എല്ലാ യോഗങ്ങളും നമുക്കുണ്ട്, ഇപ്പോൾ എല്ലാം നടക്കും എന്നുള്ളത് തോന്നുക. വസ്തു വാങ്ങിക്കാനോ വിദേശയാത്ര പോകാനോ ഒക്കെ അതിന് ഉത്സാഹമായിട്ട് ഇറങ്ങുക, പക്ഷേ അതൊന്നും
ഒന്ന് നേരെ നടന്നില്ല, നില നടക്കുന്നില്ല എന്നുള്ള വിഷയം ഈ മൂലത്തെ വ്യാഴം കൊണ്ട് നമുക്കത്ര ഗുണകരമായിട്ട് പറഞ്ഞുകൂടാം. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മൃത്യുഞ്ജയന്ത്രം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ശിവന് ജലധാര, അങ്ങനെ വിഷയം ശിവപ്രീതി വരുത്തി ഈ വാരം പൊതുവെ പോകുന്നത് നല്ലതായിരിക്കും. മീനക്കൂറുകാർക്ക് പൊതുവെ ശനി മാറി കണ്ടകശനി എന്നുള്ളത് അഷ്ടമത്തിൽ ശനി വന്നിട്ടുണ്ട്. ആ ശനി പൊതുവെ ഒരു ചില ദോഷങ്ങൾ ചെയ്യുന്നുള്ളത് തന്നെയാണ്. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ചില വൈഷമ്യങ്ങൾ പൊതുവെ മീനക്കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പൊതുവെ ശ്രദ്ധിക്കുക. ഈശ്വരഭജനം കുറേ കൂടുതൽ, ശിവഭജനം കുറേ കൂടുതൽ ചെയ്യുന്നതും ഈ വാരം പൊതുവെ നല്ലതാണ്. ഇന്ന വാരഫലം പൊതുവെ ഒക്ടോബർ മാസം 20-ാം തീയതി വരെ ചില ഗ്രഹങ്ങൾക്ക് ബുധനും ശുക്രനും ചെറിയൊരു മാറ്റം ഉണ്ട് എന്നുള്ളതല്ലാതെ കണ്ട് പൊതുവെ ഈ ഗുണഫലങ്ങൾ തന്നെയാണ് എല്ലാവരും അനുഭവിക്കാനുള്ളതും അനുഭവിക്കാൻ വേണ്ടി പോകുന്നതായ ഫലങ്ങളും. അതുകൊണ്ട് ഈ ബുധനും ശുക്രനുള്ള മാറ്റം നമുക്ക് പൊതുവെ ഒരു ഗുണകരമായിട്ടും പറഞ്ഞുകൂടാ, ദോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കും നിൽക്കുമെന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് മറ്റുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ശനി, രാഹു, വ്യാഴം, ശുക്രന് മാത്രമേ ചെറിയൊരു, ബുധനും മാത്രമേ ചെറിയൊരു മാറ്റമുള്ളൂ. ആ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് വലിയ ദോഷങ്ങളും സംഭവിക്കില്ല, വലിയ ഗുണങ്ങളും സംഭവിക്കും. അപ്പോൾ ഇത് കുറേ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായ ഗ്രഹങ്ങളുടെ സ്വഭാവ രീതികളൊക്കെ ഇതുവരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വഴിപാടുകളും ആ ഭജനകൾ, ആ ദേവന്മാരെ പ്രീതിപ്പെടുത്തിയൊക്കെ പോകുന്നത് ഈ ഒക്ടോബർ മാസം 20-ാം തീയതി വരെ എല്ലാവരും ഒരേപോലെ ചെയ്ത് ഈശ്വരഭജനമൊക്കെ നടത്തി കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഗുണഫലങ്ങളും ആ ദോഷവശങ്ങൾക്കുള്ള കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി ഈ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതും പൊതുവെ എല്ലാവർക്കും ഗുണകരമായിട്ട് ആവുന്നതെന്നുള്ളത് തന്നെയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.